പദങ്ങളൊന്നും ചേർത്ത് വയ്ക്കുവാനായിട്ട് ഈ ലോകത്തില്ലെന്ന് നമുക്കറിയാം. കാരണം സ്നേഹമാകുന്ന കൂടാരം തന്നെയാണ് ഈ പരിശുദ്ധമ്മയെന്ന് പറയുക. അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാനാ ദിക്കുകളിൽ നിന്നും ഈ അമ്മയുടെ കൂടാരത്തിലായിരുന്നു കൊണ്ട് ഉറക്കമുണർന്നുകൊണ്ട് പരിശുദ്ധമ്മയെ കേൾക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മുടെ പരിശ്രമത്തെ പരിശുദ്ധമ്മ കാണുന്നുണ്ട്. കാരണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിൻ്റെ ചൈതന്യം കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും വ്യർത്ഥമാണെന്ന് ഒരിക്കലും കരുതരുത്. കാരണം ഓരോ പ്രാർത്ഥനകളും നമ്മളെ നയിക്കുന്നുണ്ട്, ആഴമായിട്ട് നയിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർത്ത് നിർത്തുന്നുണ്ട്. പ്രാർത്ഥനകൾ ഉതിരുമ്പോൾ മാത്രമേ നമ്മൾ നിരന്തരമായിട്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കാരണമായി തീരുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു മണിക്കൂറായിരിക്കുമ്പോൾ പരിശുദ്ധമ്മയെ നമുക്ക് കേൾക്കാം. ആ പരിശുദ്ധമ്മയെ നമ്മുടെ കൂടെ കൂട്ടുവാനായിട്ട് പരിശ്രമിക്കാം. കാരണം ലോകത്തിൽ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ലോകത്തുണ്ടായിരുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് അറിയാവുന്ന ഉത്തമ മാതൃകയായ സ്ത്രീ ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇത്രയേറെ വേദനകൾ സഹിച്ച ഒരു സ്ത്രീയെ നമുക്ക് എവിടെയെങ്കിലും കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ? കാരണം ഈ അമ്മയെന്ന് പറയുന്നത് എല്ലാത്തിനും ഉദാഹരണങ്ങൾ മാത്രമാണ്. ഈ അമ്മയെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കും, ആശ്വാസം ലഭിക്കും, നമ്മളാൽ മറ്റുള്ളവർക്കും സമാധാനം ലഭിക്കുവാനായിട്ട് കാരണമായി തീരും. നമ്മൾ പരിശുദ്ധമ്മയെക്കുറിച്ച് ആദ്യമേ തന്നെ കേൾക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധമ്മയെ കണ്ടുമുട്ടുന്ന രംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം. കാരണം ഏറെക്കുറെ 13 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ദേവാലയത്തിൽ അന്നയാലും ജോവാക്കീമിനാലും സമർപ്പിക്കപ്പെട്ട് ദൈവത്തെ മാത്രം അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിരന്തരം വ്യാപരിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ മുന്നിലേക്കാണ് ഗബ്രിയേൽ ദൂതൻ നയിക്കപ്പെടുന്നത്. അതും ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ മംഗളവാർത്തയുമായിട്ട്. അവിടെ മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന വാക്കുകൾ: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നാണ്. കേൾക്കുന്ന മാത്രയിൽ സ്വാഭാവികമായിട്ടും 13 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ചിന്തയിൽ വളരെ വണ്ടടിച്ചിരിക്കാം. എന്താണ് ഈ പറയുന്നത്? ഇതിൻ്റെ അർത്ഥം എങ്ങനെ ഞാൻ മനസ്സിലാക്കണമെന്നുള്ള ആശയക്കുഴപ്പങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആ മണിക്കൂറുകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏറെക്കുറെ 13 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി, വിവാഹ നിശ്ചയം കഴിഞ്ഞേ ഉള്ളൂ, സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളറിയാം. ഈ പശ്ചാത്തലങ്ങളെല്ലാം പരിശുദ്ധമ്മയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ, അതും പ്രധാന ദൂതനാണ് മുന്നിൽ വന്ന് പരിശുദ്ധമ്മയുടെ മംഗളവാർത്ത പറയുന്നത്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. വളരെ പരിഭ്രമത്തോടു കൂടിയാണ് പരിശുദ്ധമ്മ ചോദിക്കുക, എന്താണ് ഈ ഒരു അഭിവാദനത്തിൻ്റെ അർത്ഥം? ഞാൻ ഇതിൽ എന്തെന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്? എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് ഗബ്രിയേൽ ദൂതൻ്റെ മറുപടി: നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതനാണ്, ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം മായ്ക്കേണ്ടവനാണ്, എല്ലാവർക്കും രക്ഷ നൽകേണ്ടവനാണ്. അപ്പോൾ സ്വാഭാവികമായ ചോദ്യം, ഞാൻ വളരെ ചെറുതല്ലേ, എനിക്ക് ഇത്രയേറെ ഈ സത്യത്തെ എങ്ങനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും? ഇത് ഞാനെങ്ങനെ ഗ്രഹിക്കണമെന്നൊരു ചോദ്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വചനഭാഗം തന്നെയാണ്. എന്നാൽ ഈ വചനഭാഗത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, ആയതിനാൽ നീ പരിശുദ്ധാത്മാവിനാലാണ് പ്രസവിക്കുവാനായിട്ട് പോകുന്നത്, നിനക്ക് ഒരു പുത്രൻ ലഭിക്കുമെന്നുള്ളൊരു മംഗളവാർത്ത. ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞതല്ലേ, എങ്ങനെ അത് നിരസിക്കുവാനായിട്ട് സാധിക്കും? കാരണം ദൈവത്തിൻ്റെ ഹിതം അറിയുവാനായിട്ട് പരിശ്രമിക്കുന്ന ലോകത്തിൽ എത്ര വ്യക്തികളുണ്ട്, എന്നാൽ എന്നിൽ മാത്രം ഈ വാർത്ത വന്നിരിക്കുന്നുവെന്നുള്ളൊരു അറിവ് പരിശുദ്ധമ്മയ്ക്ക് ലഭിക്കുകയാണ്.
പരിശുദ്ധമ്മ അത് മനനം ചെയ്തുകൊണ്ടാണ് അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുക, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. അപ്പോൾ പരിശുദ്ധമ്മ ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ആശയക്കുഴപ്പങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞുവെങ്കിലും ആ വാർത്തയെ അതുപടി ഉൾക്കൊള്ളുവാനായിട്ട് പരിശുദ്ധമ്മയ്ക്ക് സമയം ആവശ്യമായിരുന്നു. പരിശുദ്ധമ്മ ഒരു കൗൺസിലിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. പരിശുദ്ധമ്മ ഈ വാക്കുകളെല്ലാം കേട്ടു. ഈ വാക്കുകൾ മനസ്സിൽ പേറിക്കൊണ്ട് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാനാത്ത സന്തോഷം തന്നെയാണ് പരിശുദ്ധമ്മയ്ക്കുള്ളത്. എന്നാൽ എല്ലാവരും ഭയമാണ്. കാരണം യഹൂദ പാരമ്പര്യമെല്ലാം അറിയാവുന്ന തനി നാട്ടിൻപുറത്ത് സ്ത്രീയാണ് പരിശുദ്ധമ്മ എന്ന് പറയുന്നത്. അമ്മ ഈ ഒരു ദുഃഖവും എന്നാൽ സന്തോഷവുമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു കൗൺസിലറിൻ്റെ അടുക്കോ വന്നിരിക്കുകയാണ്. പരിശുദ്ധമ്മ ആദ്യം പറയുവാനായിട്ട് പോകുന്ന കാര്യം എന്തായിരിക്കും? പരിശുദ്ധമ്മ ആദ്യം പറഞ്ഞു വയ്ക്കുവാനായിട്ട് ഇടയുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയായിരിക്കും. ഞാൻ ഒരു യഹൂദ സ്ത്രീയാണ്. എൻ്റെ ഇടയ്ക്ക് ഗബ്രിയേൽ ദൂതൻ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു പുത്രനെ പ്രസവിക്കും. എന്നാൽ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ പുരുഷനെ അറിയാത്ത വെറും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണെന്നെല്ലാം പറഞ്ഞിട്ടും ഗബ്രിയേൽ ദൂതൻ എന്നോട് പറഞ്ഞ വാക്ക്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമെന്നും ഞാനൊരു പുത്രനെ പ്രസവിക്കുന്നുമാണ്. ലോകത്ത് കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു മറുപടിയാണ് ഗബ്രിയേൽ ദൂതൻ എനിക്ക് നൽകിയത്. ആ വാക്കുകളെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം അത്ര ബാഹുല്യമുണ്ട് ആ വാക്കുകൾക്ക്. ഒരു പർവ്വതത്തോളം ആഴമുണ്ട്, ഭാരമുണ്ട് ആ വാക്കുകൾക്ക്. ആ വാക്കുകളെ എങ്ങനെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ. ആ വാക്കുകളെ എങ്ങനെ സ്വീകരിക്കണമെന്നും ഇത് നാട്ടുകാരോടായിട്ട് എങ്ങനെ പങ്കുവെക്കണമെന്നും എനിക്കറിഞ്ഞുകൂടാ. ആശയക്കുഴപ്പത്തിലാണ്. രണ്ടാമതായിട്ട് സങ്കടമുണ്ട്. കാരണം പാപം ഔസേപ്പ് എന്നെ മാത്രം വിചാരിച്ചുകൊണ്ട്, എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി സ്വപ്നങ്ങൾ നെയ്തിരിക്കുന്ന വെറും ചെറുപ്പക്കാരനാണ് ഞാൻ കല്യാണം കഴിക്കുവാനായിട്ട് പോകുന്ന എൻ്റെ ഔസേപ്പ്. ഞാൻ ഈ വാർത്ത എങ്ങനെ അദ്ദേഹത്തോട് പറയും? എൻ്റെ ഈ വാർത്ത ഞാനെങ്ങനെ ഔസേപ്പിനോട് പറയും? ലോകത്ത് കേൾക്കാത്തൊരു വാർത്തയല്ലേ, ഞാൻ എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? ഔസേപ്പ് ഏട്ടാ, ഞാൻ ഗർഭിണിയാണ്. ഒരു ദൂതൻ വന്ന് എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. എന്ത് പറയണമെന്ന് ആ നിമിഷമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകൾ എന്നിൽ വിശ്വാസമായിട്ട്, പ്രത്യാശയായിട്ട് ചൊരിയപ്പെട്ടതിനാൽ ആ വാക്കുകളെ എനിക്ക് തിരസ്കരിക്കുവാനായിട്ട് തോന്നിയില്ല. ആ വാക്കുകൾ ഞാൻ സ്വീകരിച്ചു. എങ്കിലും എൻ്റെ ദുഃഖം തീരുന്നതല്ല. കാരണം ഔസേപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കും? ഇതാണ് ഒരു കൗൺസിലറിലേക്ക് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. എന്തായിരിക്കും ഒരു കൗൺസിലർ പറയാനായിട്ട് പോകുന്ന മറുപടി? എങ്ങനെ പരിശുദ്ധമ്മയെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കും? ഈ വാർത്തയുമായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് പരിശുദ്ധമ്മ സമീപിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ട് വാർത്തകളാണ് നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധമ്മ പങ്കുവയ്ക്കുന്നത്. ഒന്ന് ഗർഭിണിയാണ്, രണ്ടാമതായിട്ട് ഔസേപ്പുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, സ്വപ്നങ്ങൾ നെയ്യുന്ന ഔസേപ്പ്. രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുകയാണ്. ഈ കാര്യങ്ങളുമായിട്ട് നമ്മുടെ പരിശുദ്ധമ്മ വരികയാണെങ്കിൽ നമ്മളെങ്ങനെ പരിശുദ്ധമ്മയെ ആശ്വസിപ്പിക്കും? എന്തായിരിക്കും നമ്മുടെ മറുപടി? മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ആർക്കും ഉൾക്കൊള്ളുവാനോ ആശ്വസിപ്പിക്കുവാനോ സാധിക്കാത്ത ഒരു മറുപടിയാണ് നമ്മുടെ പക്കലുമുള്ളത്. കാരണം ഒരു പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുക, പുത്രനെ പ്രസവിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് സ്വീകാര്യമായ ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആത്മീയമായിട്ട് ചിന്തിച്ചുകൊണ്ട്
നമ്മളെങ്ങനെ മറുപടി പറയും? നമ്മുടെ വാക്കുകൾ എങ്ങനെ നമ്മൾ രൂപകൽപ്പന ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെങ്ങനെ പരിശുദ്ധമ്മയെ ആശ്വസിപ്പിച്ച് ഔസേപ്പിതാവിൻ്റെ അടുക്കിലേക്ക് വിടുവാനായിട്ട് കാരണമാകും? എങ്ങനെ ഔസേപ്പിതാവിൻ്റെക്ക് ചെന്ന് ഈ വാർത്ത പറയുവാനായിട്ട് പരിശുദ്ധമ്മയെ പ്രാപ്തയാക്കി തീർക്കും? നമ്മുടെ വാക്കുകൾ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത, ലോകത്ത് രാജകൊട്ടാരങ്ങളുണ്ട്, രാജകുമാരിമാരുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് നിന്റെ അടുക്കൽ വന്ന് പരിശുദ്ധമ്മ ഇങ്ങനെ പറഞ്ഞു? നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഇത് തന്നെയല്ലേ എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കും. എങ്കിലും ദുഃഖം തീരുന്നുണ്ടോ പരിശുദ്ധമ്മയുടേത്? ഒരിക്കലും അവസാനിക്കാത്ത ദുഃഖം. കാരണം ഈ വാർത്തയുമായിട്ട് ഔസേപ്പിതാവിനെ സമീപിക്കുമ്പോൾ ആദ്യം സ്വാഭാവികമായിട്ടും ഔസേപ്പിതാവ് ചോദിക്കുവാനായിട്ട് ചോദ്യം ഇത് തന്നെയാണ്: ഇതെങ്ങനെ സംഭവിച്ചു? നിനക്ക് വേണ്ടി സ്വപ്നങ്ങൾ മാത്രം നെയ്തുകൊണ്ടിരുന്ന നീ എന്നെ എങ്ങനെ ചതിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചു? ഈ വാക്കുകൾ ഞാൻ എങ്ങനെ സ്വീകരിക്കണമെന്ന് സ്വാഭാവികമായിട്ടും ഔസേപ്പിതാവ് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. കാരണം പുരുഷന്മാരുടെ നേച്ചർ അതന്നെയാണ്. സംശയത്തിന്റെ നിഴലിൽ മാത്രമേ ഒരു ഗർഭിണിയായ സ്ത്രീയെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഔസേപ്പിതാവ് സ്വാഭാവികമായിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ നിയോഗം മുന്നേ തന്നെ ഔസേപ്പിതാവിന് ലഭിച്ചിരുന്നുവെന്ന് നമ്മൾ കാണണം. സ്വാഭാവികമായിട്ടും പരിശുദ്ധമ്മ ദുഃഖിതയാണ് എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു, ദൈവദൂതന് അറിയാമായിരുന്നു. ഈ ദുഃഖ വാർത്തയുമായിട്ട് ഔസേപ്പിതാവിനെ സമീപിക്കുവാനായിട്ട് അവൾക്ക് മടിയുണ്ടാകുമെന്ന് ഗബ്രിയേൽ ദൂതന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഔസേപ്പിതാവിനെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഗബ്രിയേൽ ദൂതനെ സ്വപ്നത്തില് ഔസേപ്പിതാവിന്റെ മുമ്പിലേക്ക് അയച്ചുകൊണ്ട് പറയുന്നത്: നീ ഒരിക്കലും നിന്റെ ഭാര്യയെ സ്വീകരിക്കാനായിട്ട് ശങ്കിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഔസേപ്പിതാവിനോട് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട വശങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ആത്മീയ തലത്തിൽ പരിശുദ്ധമ്മയ്ക്ക് ഉപദേശം നൽകുമ്പോൾ ഈ വാക്കുകളെ നമ്മൾ കണക്ട് ചെയ്യാതെ പോകരുത്. വാക്കുകൾക്ക് ബന്ധമുണ്ട്, ആഴമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയേൽ ദൂതൻ മുന്നേ തന്നെ ചെന്ന് ഔസേപ്പിതാവിന്റെ മുമ്പിൽ പരിശുദ്ധമ്മയ്ക്ക് വേണ്ടി ജാമ്യമെടുത്തത്. പരിശുദ്ധമ്മയ്ക്ക് വേണ്ടി വ്യക്തമായിട്ട് തന്നെയാണ് ന്യായവാദങ്ങൾ നിരത്തിവെച്ചുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധമ്മയ്ക്ക് വേണ്ടി ജാമ്യമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയേൽ ദൂതൻ ഔസേപ്പിതാവിനോട് പറയുക: നീ പരിശുദ്ധമ്മയെ സ്വീകരിക്കുവാനായിട്ട് ഒരിക്കലും ശങ്കിക്കേണ്ടതിന്റെ ആവശ്യമില്ല. കാരണം അവള് ദൈവത്തിന്റെ ദൂതനാല്, ദൈവത്തിന്റെ ആത്മാവാല്, പരിശുദ്ധാത്മാവാല് അവള് ഗർഭം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അവളെ സ്വീകരിക്കുവാനായിട്ട് ഒരിക്കലും ശങ്കിക്കേണ്ട എന്നാണ് ധൈര്യപ്പെടുത്തുന്നത്. ആരുടെ മുമ്പിലും നീ ഒരിക്കലും ശങ്കിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ നിനക്ക് ഉണ്ടാകുകയില്ലെന്നുള്ള ഉറപ്പ് ഔസേപ്പിതാവിന് ലഭിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുക. ആരെയും ദുഃഖത്തിലാഴ്ത്തുവാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് താല്പര്യമില്ല, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കലും പരിശുദ്ധമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൂതൻ തന്നെ പരിശുദ്ധമ്മയ്ക്ക് മുമ്പായിട്ട് ഔസേപ്പിതാവിനെ കാണുവാനായിട്ടുള്ള കാരണം ഒന്നുമില്ല. അവള് അനുഭവിച്ചോട്ടെ, എന്തായാലും ഒരു മംഗളവാർത്ത അവൾക്ക് കിട്ടിയിരിക്കുകയാണ്, അവള് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകട്ടെ എന്നെല്ലാം ദൈവത്തിന് ചിന്തിക്കാമായിരുന്നു. എന്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ചിന്തിച്ചു? ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്, ആരും ദുഃഖിച്ചിരിക്കരുതെന്ന് ശങ്കിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദൈവദൂതൻ ഔസേപ്പിതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് കൂടെയുള്ളപ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപയും അവിടെ നമുക്ക് നൽകും. അത് ദൈവത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ്. പരിശുദ്ധമ്മ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ഏറ്റവും ഉദാത്തമായ മാതൃകയും തന്നെയാണ്.
അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമ്മയെ ഏറ്റവും വലിയ മാതൃകകളുടെ കലവറയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഏത് ജീവിതത്തിൻ്റെ ചുറ്റുപാടുകള് നമുക്കുണ്ടായാലും ആ പരിശുദ്ധമ്മയെ എല്ലാത്തിൻ്റെയും മാതൃകയായിട്ട് ഉൾക്കൊള്ളുവാനായിട്ടും അതിൽ നിന്നും ബലം ലഭിക്കുവാനായിട്ട് നമുക്ക് കാരണമായി തീരുക. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ എവിടെ പോയാലും ഇത്രയേറെ ഫാൻസ് ഉള്ള ഒരു സ്ത്രീയെ ലോകത്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. എത്ര പേരുകളിലാണ് ഈ പരിശുദ്ധം അറിയപ്പെടുന്നത്, എത്ര ദേവാലയങ്ങളാണ് ഓരോ രൂപതകളിലും ഉള്ളത്. എന്തുകൊണ്ട് ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധമ്മയ്ക്ക് സഭ നൽകിയിരിക്കുന്നു? കാരണം ഈ അമ്മയെന്ന് പറയുന്നത് അത്രയേറെ ഉദാഹരണങ്ങളിലൂടെ, ജീവിതത്തിലൂടെ, വേദനകളിലൂടെ കടന്നുപോയി എല്ലാവരെയും ധൈര്യപ്പെടുത്തുവാനായിട്ട് അത്രയേറെ കഴിവ് ദൈവം നൽകിയ ഒരു സ്ത്രീ ലോകത്തിൽ നമുക്ക് നൽകപ്പെട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട വശം തന്നെയാണ്. അപ്പോൾ ഈ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കും വേണ്ടത് ഈ ഒരു വശം തന്നെയാണ്. ഏറ്റവും മാതൃകകളുടെ കലവറ എന്ന് പറയുന്നത് ഈ പരിശുദ്ധമ്മയാണ്. ഏത് വേദനയാണെങ്കിലും, ഏത് ദുഃഖമാണെങ്കിലും, ഏത് പ്രയാസങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ വേദനകളെ അതിജീവിക്കുവാനുള്ള ശക്തി ഈ പരിശുദ്ധമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും. നമ്മുടെ എല്ലാം പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനായിട്ടെല്ലാം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത്, ഈ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുക. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ പ്രാർത്ഥനകൾ, ഓരോ വാക്കുകളും ഉരുവിട്ടത് കൊണ്ട് മാത്രം പ്രാർത്ഥനയാണെന്ന് ചിന്തിക്കുന്നതിൽ അതിൽ തന്നെ തെറ്റാണ്. അധരങ്ങളിലൂടെ മാത്രം പ്രാർത്ഥിക്കുന്നതാണോ യഥാർത്ഥ പ്രാർത്ഥന? പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുന്നില്ലെങ്കിൽ അത് പ്രാർത്ഥനയാണോ? അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധമ്മ കുറച്ചു നേരം ഉത്കണ്ഠയോടെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? ഉടനടി തന്നെ മറുപടി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല സുവിശേഷത്തില്. പരിശുദ്ധമ്മ നിശബ്ദയായിട്ട് ആ കേട്ട വചനങ്ങള് ഹൃദയത്തില് ഇങ്ങനെ അയവർത്തുകൊണ്ടിരുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ പറയുന്ന വാർത്ത ഞാൻ സ്വീകരിക്കണോ എന്ന് തന്നെ സൃഷ്ടിച്ചവനോട്, തന്നെ രൂപപ്പെടുത്തിയവനോട് ചോദിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമയമെടുത്തുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമ്മ ആ വാക്കുകൾ ഹൃദയത്തിലേക്ക്, ഉദരത്തിലേക്ക് സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളും ഓർക്കേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന അധരങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്നതാണോ? അതോ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലുണ്ടായ മുറിവുകളെ സുഖപ്പെടുത്തുന്ന, നമ്മുടെ രോഗങ്ങൾക്ക് ശാന്തി നൽകുന്ന, വേദനകൾക്ക് ശക്തി നൽകുന്ന നമ്മുടെ വചനം തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും വേണം. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ ഒരു ഈരടികൾ നമുക്ക് ആലപിക്കാം. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ കേഴുന്നമ്മേ, കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നിൻ മക്കൾ ഞങ്ങൾ
ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാം സ്നേഹനാഥേ. പ്രിയമുള്ളവരെ, തുടക്കമേ പറഞ്ഞു വെച്ചു, പരിശുദ്ധം എന്ന് പറയുന്നത് മാതൃകളുടെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. മാതൃകൾ ഉൾക്കൊണ്ട വലിയൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് പരിശുദ്ധമ്മ എന്ന് പറയുക. ആ പരിശുദ്ധമ്മയുടെ ആ ജീവിത താളുകളിലേക്ക് നമ്മളൊന്ന് കടക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിലെ ഏതാനും അധ്യായങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പാഠം തന്നെ സംസാരമൊക്കെയും ദൈവത്തോട് ആകട്ടെ എന്ന് പറയുന്ന ഒരു പരിശുദ്ധമ്മയാണ് നമ്മൾ കാണുക. സംസാരമൊക്കെയും ദൈവത്തോട് ആകട്ടെ എന്ന് പറയുന്ന ഒരു പരിശുദ്ധമ്മയാണ് നമ്മൾ കാണുന്നത്. എവിടെയെങ്കിലും പരിശുദ്ധമ്മ പരാതിപ്പെടുന്നതോ എവിടെയെങ്കിലും ദൈവത്തെ വെറുത്തുകൊണ്ട് സംസാരിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. എല്ലാവരെയും ശക്തിപ്പെടുത്തുന്ന, ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് നമ്മൾ നിരന്തരമായിട്ട് സുവിശേഷത്തിലൂടെ കാണുന്നതും ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുന്നതും. ഈ പരിശുദ്ധമ്മ എല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരമ്മ തന്നെയായിരുന്നു. ആ അമ്മയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം യോവാക്കീമും അന്നയും എപ്പോഴും പ്രാർത്ഥനയിൽ മാത്രം സഞ്ചരിച്ച വ്യക്തികളായിരുന്നു. യോവാക്കീം അന്നയും നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരാതികളില്ലാതെ നിരന്തരമായിട്ട് ജീവിച്ച ദമ്പതിമാരായിരുന്നു. അവിടെ വാർദ്ധക്യത്തിലാണ് പരിശുദ്ധമ്മയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കിയ ഏറ്റവും വലിയ യാഥാർത്ഥ്യം, പ്രാർത്ഥന ദൈവത്തോടാകുമ്പോൾ ഒരിക്കലും അത് തിരസ്കരിക്കപ്പെടുന്നില്ല, ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടാതെ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവ് യോവാക്കീമിനും അന്നയ്ക്കും പരിശുദ്ധമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലികയായിരുന്ന പരിശുദ്ധമ്മയെ ദേവാലയത്തിൽ സമർപ്പിച്ച നാൾ മുതൽ പരിശുദ്ധമ്മ ദൈവസന്നിധിയിൽ തന്നെയായിരുന്നു. ആ ദേവാലയത്തിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും, ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നതിലാണെങ്കിലും, അവിടെയുള്ള ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതിലാണെങ്കിലും, അൾത്താരയോട് ചേരുന്ന ചുറ്റുപാടുകളും വൃത്തിയാക്കുന്നതിലാണെങ്കിലും, രൂപങ്ങളെല്ലാം പൊടിതട്ടി തുടച്ചു വെക്കുന്നതിലാണെങ്കിലും എല്ലാം വളരെ ശുഷ്കാന്തിയോടെ വ്യാപരിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നിരുന്നാലും പ്രാർത്ഥനയിൽ മാത്രം ഊന്നല് കേന്ദ്രീകരിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഒരു ചുറ്റുപാട് നിൽക്കുമ്പോഴാണ് പരിശുദ്ധമ്മയ്ക്ക് പ്രായപൂർത്തിയാകുന്നതും. യഹൂദ പാരമ്പര്യമനുസരിച്ച് 13 വയസ്സൊക്കെ തികയുമ്പോഴാണ് പ്രായപൂർത്തി പരിധിയൊക്കെ എത്തുക. അങ്ങനെയാണ് അവിടെയുള്ള പുരോഹിതന്മാരും യോവാക്കീമും അന്നയെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവൾക്ക് അനുയോജ്യമായ ഒരു വരനെ കണ്ടെത്തുവാനായിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു വിളംബരമെല്ലാം നടത്തുന്നു. ചുറ്റുപാടുമുള്ള പുരുഷന്മാരെല്ലാം വരുന്നു. അങ്ങനെ ആ കൂട്ടത്തിലാണ് ഔസേ പിതാവും വരിക. ഇത്രയേറെ പുരുഷന്മാരുണ്ടെങ്കിൽ ആ കൂട്ടത്തിലും ഔസേപ്പിന് എന്തുകൊണ്ട് പ്രമുഖ സ്ഥാനം കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു? എന്തുകൊണ്ട് ഔസേ പിതാവിനെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു? ഇത്രയേറെ പുരുഷന്മാര് പരിശുദ്ധമ്മയെ പെണ്ണ് കാണുവാനായിട്ടും ആലോചന നടത്തുവാനായിട്ട് എത്തി. എന്തുകൊണ്ട് മാത്രം ഔസേ പിതാവിനെ തിരഞ്ഞെടുത്തിരിക്കണം? ഒറ്റ വാക്ക്, അവൻ നീതിമാനായിരുന്നു. ഒറ്റ വാക്കാണ്, അവൻ നീതിമാനായിരുന്നു. അവനായിരുന്ന എല്ലാ ജീവിത വ്യാപാരങ്ങളിലും അവൻ നീതിയോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അവൾക്ക് അനുയോജ്യനായ വരൻ എന്ന് പറയുന്നത് ഔസേ പിതാവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാരമ്പര്യമെല്ലാം പറഞ്ഞു വയ്ക്കുക, അവൻ്റെ കയ്യിലിരുന്ന വടി പുഷ്പിച്ച് ലില്ലിപ്പൂക്കള് അതിൽ നിന്നുണ്ടായിരുന്നു. ഒരിക്കലും പ്രായമുള്ളത് കൊണ്ട് മാത്രമല്ല ഔസേ പിതാവ് ആ വടിയുമായിട്ട് വരുന്നത്. പാരമ്പര്യം യഹൂദരുടെ പശ്ചാത്തലമനുസരിച്ച് വളരെയേറെ ദൂരങ്ങൾ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്ഷുദ്രജീവികളുടെ ശല്യമുണ്ടാകാം, ഇവൻ കള്ളന്മാരുടെ ശല്യമുണ്ടാകാം. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനായിട്ടും നടക്കുമ്പോൾ ഊന്നൽ കിട്ടുവാനുമായിട്ടാണ് ഈ വടിയെല്ലാം കൊണ്ടു നടന്നിരുന്നത്. നമ്മൾ പറഞ്ഞ് ഔസേ പിതാവിനെ ഒരു കിളവനാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. എവിടെയും നരച്ച മുടിയുള്ള, കുറച്ച് ഊന്നി
വടിക്ക് കൂടുതൽ ഭാരം കൊടുക്കുന്ന ഔസേപ്പിതാവിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏത് പള്ളിയിലാണെങ്കിലും, ഞാനായിരിക്കുന്ന എൻ്റെ പള്ളിയിലാണെങ്കിലും ഔസേപ്പിതാവ് കുറച്ച് കൂനിയാ നിൽക്കുന്നത്, ഈ വടിക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പം നമ്മളെല്ലാം കാണുമ്പോൾ വിചാരിക്കും, ഇത്രയും 13 വയസ്സുള്ള ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് 10-50 വയസ്സുള്ള ഈ ഔസേപ്പിതാവിനെ കൊടുത്തു എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. ഔസേപ്പിതാവ് വളരെ ചെറുപ്പമായിരുന്നു. എന്നാൽ അവനായിരുന്ന നാളുകളിലെല്ലാം നീതിയോടെ വ്യാപരിച്ച ഒരു വ്യക്തിയായിരുന്നു. അവനാണ് പരിശുദ്ധമ്മയെ പെണ്ണ് കാണുവാനായിട്ട് വരുന്നത്. ആ ചിത്രമെല്ലാം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. പരിശുദ്ധമ്മ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു, ഔസേപ്പിതാവ് മുന്നോട്ട് വരുന്നു. എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ കയ്യിലെ വടികൾ മാത്രം പുഷ്പിക്കുന്നു. അവനെ അവർ തിരഞ്ഞെടുക്കുകയാണ് പരിശുദ്ധമ്മയ്ക്ക് അനുയോജ്യമായ ഒരു വരനായിട്ട്. അവർ സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങുകയാണ്. നല്ലൊരു ജീവിതം എല്ലാവരും ജീവിക്കുന്ന പോലെ ഔസേപ്പിതാവിനെ മരപ്പണിയിൽ സഹായിക്കുവാനും അവന് ചെയ്യുന്ന ജോലികളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അലറ്റുവാനായിട്ട് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കൊടുക്കുന്ന, കൃത്യസമയങ്ങളിൽ ദാഹമുണ്ടാകുമ്പോൾ വെള്ളമെടുത്തു കൊടുക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ സ്വപ്നങ്ങൾ മാത്രം നെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമ്മ. അതുപോലെ തന്നെ ഔസേപ്പിതാവും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന ഒരു ഔസേപ്പിതാവ്. ഇവർ രണ്ടുപേരും ഒരു പരാതികളുമില്ലാതെ നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ വ്യാപരിച്ചിരുന്ന വ്യക്തികളാണ്. ആരോടും ഓടി നടന്ന് പരിശുദ്ധമ്മ പറയുന്നില്ല, എനിക്ക് അത്ഭുതങ്ങളിലൂടെയാണ് ദൈവം എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവനെന്നെ പെണ്ണ് കാണുവാനായിട്ട് വന്നപ്പോൾ അവൻ്റെ കയ്യിലെ വടികൾ മാത്രം പുഷ്പിച്ചു, അതുകൊണ്ട് എന്നെ ദൈവം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, മറ്റുള്ളവരെ ദൈവം അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നെല്ലാം പരിശുദ്ധമ്മ ആരോടും പറയുന്നില്ല. ആരുടെ മുമ്പിൽ പൊങ്ങച്ചം പറയുവാനായിട്ട് ഓടി നടക്കുവാനായിട്ട് പരിശുദ്ധമ്മയ്ക്ക് സമയമില്ലായിരുന്നു. നേരെ മറിച്ച് അവളായിരുന്ന ഗൃഹത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയേൽ ദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മൾ കാണുന്ന പിക്ചറുകളെല്ലാം നമുക്ക് സാക്ഷ്യം നൽകുന്നതും വചനം നമുക്ക് സാക്ഷ്യം നൽകുന്നതും ഈ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമ്മ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധമ്മ ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു? ദൈവത്തോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. നിരന്തരമായിട്ട് ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് മാത്രം അറിയാവുന്ന ഒരു സ്ത്രീയായിരുന്നു. അല്ലാതെ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുന്ന നന്മകള് മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചങ്ങളായിട്ട് പറയുവാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന മനോഭാവം പരിശുദ്ധമ്മയ്ക്കില്ലായിരുന്നു. എവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരുപോലെ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ അനുഭവങ്ങളുടെയും കൂട്ടുകാരുടെ മുമ്പിൽ ഒരു പൊങ്ങച്ചം കണക്ക് എല്ലാവരുടെ മുമ്പിൽ വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഒരു പക്ഷേ എനിക്ക് പരിശുദ്ധമയുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്യുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വടിയാണ് പുഷ്പിച്ച് വളരെ മനോഹരിയായിട്ടുള്ള ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്യുവാനായിട്ട് കിട്ടുന്ന വാർത്ത ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ എത്ര സന്തോഷിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുവാനായിട്ട് കാരണമാകും. ഓടി നടന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പൊങ്ങച്ചം പറയും. എൻ്റെ കയ്യിരുന്ന ഉണക്കവടി പുഷ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ദൈവം എന്നെ മാത്രം എത്ര കണ്ട് സ്നേഹിക്കുന്നു, നിങ്ങളെ ആരെയും സ്നേഹിക്കുന്നില്ല, എന്നിൽ മാത്രം പ്രസാദിച്ചിരിക്കുന്നുവെന്ന് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു മനോഭാവമാണ്. രണ്ടുപേരും നിശബ്ദമായിട്ട് ദൈവസന്നിധിയിൽ വ്യാപരിച്ചിരുന്നു. രണ്ടുപേരും നിശബ്ദമായിട്ട് ദൈവസന്നിധിയിൽ വ്യാപരിച്ചിരുന്നു. ഒരിക്കലും ആരുടെ മുമ്പിൽ പൊങ്ങച്ചങ്ങളുടെ വലിയ ലിസ്റ്റുകൾ നിരത്തുവാനായിട്ട് പോയില്ല. നമ്മളിന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ആരുടെ മുമ്പിൽ ഇങ്ങനെ ബീമ്പിളക്കി സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? എന്തെങ്കിലും മെച്ചം അതിലൂടെ കിട്ടുവാനായിട്ട് കാരണമായി തീരും? ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു 2-3 ലക്ഷം രൂപയുടെ ചിട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ചിട്ടി വീഴുമ്പോൾ ആരെങ്കിലും ഓടി നടന്ന് അടുത്തുള്ള വ്യക്തികളോട് പറയുമോ, എനിക്ക് ചിട്ടി വീണ് നമുക്ക് ഒരു ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാം, നമുക്കൊരു വലിയൊരു പാർട്ടി നടക്കാം, നിനക്ക് ഞാനൊരു 5000 രൂപ തരാം, നീ പട്ടിണിയിലല്ലേന്ന് ആരെങ്കിലും പറയുമോ? ആദ്യം ഒരു ചിട്ടി വീഴുകയാണെങ്കിൽ ആരും അറിയാതെ
നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വാങ്ങുവാനായിട്ടുള്ള നെട്ടോട്ടമായിരിക്കും. എന്നിട്ട് മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് പറയുള്ളൂ, അറിഞ്ഞില്ലേ എനിക്ക് ചിട്ടി വീണായിരുന്നു, പക്ഷേ ഭാര്യയുടെ നിർബന്ധം, അവൾക്ക് സ്വർണം വേണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് ചിട്ടി വീണ മാത്രയിൽ അവൾക്ക് വേണ്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനായിട്ട് പോയി. ഇപ്പോൾ കയ്യിലൊന്നുമില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്റെ തലയിൽ വെച്ചു കൊടുക്കും. എൻ്റെ ഭർത്താവ് പെട്ടെന്ന് തന്നെ ആ പൈസയുമായിട്ട് മറ്റൊരു വ്യക്തിയെ സമീപിച്ചു, അവിടെ നിക്ഷേപിച്ചു എന്നെല്ലാം നമ്മൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വ്യാപരിക്കും. രണ്ട് തലങ്ങളാണല്ലേ. നമുക്ക് പൊങ്ങച്ചം പറയുവാനായിട്ട് മെച്ചപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളോട് പറയുക. പക്ഷേ നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ട് ആരെയും സഹായിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ കണ്ടെത്താറില്ല. എന്നാൽ ഇവിടെ മംഗളവാർത്ത സ്വീകരിക്കുന്ന പരിശുദ്ധമ്മയ്ക്കുണ്ടായ മനോഭാവം എന്താണ്? ഉടനെ ഓടുകയാണ്. ചെങ്കുത്തായ നിരത്തിലൂടെ എലീശ പുണ്യവതിയെ കാണുവാനായിട്ടും അവൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഓടുകയാണ്. എത്ര ദുർഘടമായ യാത്രയാണെന്നറിയാമോ? വലിയ പർവ്വത നിരകളെല്ലാം താണ്ടി വെയിലുകൊണ്ട് ആ ചൂടിലൂടെ ഇങ്ങനെ നീണ്ട് നിവർന്ന പാതയിലൂടെ ഇങ്ങനെ പോവുകയാണ്. എങ്കിൽ പരിശുദ്ധമ്മയ്ക്ക് ചിന്തിക്കാമായിരുന്നു, പരിശുദ്ധമ്മയ്ക്ക് ആരെങ്കിലും വിട്ടുകൊണ്ട് എലീശയോട് പറയാമായിരുന്നു, ഞാൻ ഗബ്രിയേൽ ദൂതനാൽ അറിയപ്പെട്ട മംഗളവാർത്ത സ്വീകരിച്ച് ദൈവപുത്രനെ പ്രസവിക്കുവാനായിട്ട് ഇരിക്കുന്നൊരു സ്ത്രീയാണ്, അതുകൊണ്ട് നീ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്നാണ് നിനക്ക് വേണ്ടുന്ന പരിചരണങ്ങളെല്ലാം സ്വീകരിക്കേണ്ടതെന്ന് പരിശുദ്ധമ്മയ്ക്ക് പറയാമായിരുന്നു. കാരണം ദൈവദൂതനെ ഉദരത്തിൽ വഹിച്ചവളാണ്. അവൾക്ക് അങ്ങനെ പറയാമായിരുന്നു. കാരണം ലോകത്തെ തന്നെ ഉദരത്തിൽ വഹിച്ച ആ സ്ത്രീക്ക് എലീശയെക്കാള് ഉന്നതിയുണ്ട്, മെച്ചപ്പെട്ട അവസ്ഥയുണ്ട്, എന്തുകൊണ്ടും അഹങ്കരിക്കാനുള്ള എല്ലാ വകകളുമുണ്ട്. പക്ഷേ പരിശുദ്ധമ്മ ചെയ്യുന്നതോ ഉടനെ തന്നെ തൻ്റെ ചാർച്ചക്കാരിയെ കാണുവാനായിട്ട് ഓടുകയാണ്. അവിടെ 3 മാസത്തോളം അവൾക്ക് പ്രസവ ശുശ്രൂഷകൾ ചെയ്തു എന്നാ പറയുക. തന്നെ മറന്നുകൊണ്ട്, ഉദരത്തിൽ കിടന്ന ശിശുവിനെ മറന്നുകൊണ്ട് അവൾക്ക് എന്തൊക്കെയാണോ ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ ആയിരിക്കുമ്പോൾ ഒരിക്കലും കുശുമ്പുകൾ പറയുന്ന ഒരു സ്ത്രീയായിട്ടല്ല പരിശുദ്ധമ്മ അവിടെ നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് വരച്ചു കാട്ടുന്നത്. രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ എലീശ പുണ്യവതിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ശിശു വളരെ സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ്. കാരണം അവൻ ലോകത്തിന്റെ രക്ഷകനെ തിരിച്ചറിഞ്ഞതുകൊണ്ട്, ആ തിരിച്ചറിഞ്ഞ ദൈവത്തെ ഉൾക്കൊണ്ട ഉദരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്രമേലെ സന്തോഷത്താധിക്യത്താല് കുതിച്ചു ചാടുക. നേരെ മറിച്ച് അങ്ങോട്ടും ഈ യോഹന്നാനെ ശുശ്രൂഷിക്കുവാനായിട്ട് കിട്ടുന്ന, എൻ്റെ തന്നെ സഹോദരിയെ ശുശ്രൂഷിക്കാനായിട്ട് കിട്ടുന്ന ഈ അവസരത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടുള്ള വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധമ്മ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം എവിടെയാണോ ലാളിത്യമുള്ളത്, എവിടെയാണോ താഴ്ന്നു നിൽക്കുവാനായിട്ടുള്ള ചിന്തയുള്ളത്, അവിടെ ദൈവം തുണയുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം തിരിച്ചറിഞ്ഞ മാത്രയിൽ എങ്ങനെ അവിടെ നല്ല വാക്കുകൾ പറയാതിരിക്കുവാനായിട്ട് സാധിക്കും? പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതമെല്ലാം പറഞ്ഞു തരുന്നത് അത് തന്നെയല്ലേ? ദൈവത്തിൻ്റെ ദാസിയെ അവിടുന്ന് ഉയർത്തിയെന്ന്, ദൈവത്തിൻ്റെ ദാസിയെ അവിടുന്ന് ഉയർത്തിയെന്ന്. അപ്പോൾ എവിടെയാണോ എളിമയോടെ മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരനെ കാണുവാനായിട്ട് സാധിക്കുക, അവിടെ നമുക്ക് ഉദാരമായിട്ട് സേവനം ചെയ്യുവാനായിട്ട്, അകമഴിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെയെല്ലാം മെച്ചപ്പെട്ട അവസരങ്ങൾ വീണ്ടും വീണ്ടും ദൈവം തന്നുകൊണ്ടിരിക്കും. നമ്മുടെ സംസാരങ്ങളെല്ലാം ദൈവത്തോട് മാത്രമായിരിക്കണം. നമ്മുടെ സംസാരങ്ങളെല്ലാം ദൈവത്തോട് മാത്രമായിരിക്കണം. എവിടെയും എന്ത് ലഭിച്ചാലും ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം ദൈവത്തിൽ മാത്രം സമർപ്പിക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മെച്ചപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ ധ്യാനഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൗൺസിലർമാർക്ക് പോയി സംസാരിക്കുന്നത്? നമുക്ക് അയൽപ്പക്കക്കാരുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ സ്വന്തം ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ്
നമ്മൾ ഇവരെയെല്ലാം വിട്ടുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തിലെ നഗ്നമായ കാര്യങ്ങൾ പറയുവാനായിട്ട് ഈ കൗൺസിലർമാരെ സമീപിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരെ മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്? അവിടെ ഉത്തരം ഒന്ന് മാത്രമാണ്, അവര് ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് വ്യാപരിക്കുന്നു. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. ലളിതമായ ഉത്തരം. എന്തുകൊണ്ട് നേരെ മറിച്ച് ചിന്തിച്ചുകൂടാ? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് സ്വീകരിക്കുന്നത് ഒരാൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന കുദാശയാണ് ജ്ഞാനസ്നാനം, കുർബാന, ആദ്യ കുർബാന സ്വീകരണം, കുമ്പസാരം, രോഗിലേപനം തുടങ്ങിയതെല്ലാം ഒരാൾക്ക് വേണ്ടി മാത്രം സ്വീകരിക്കുന്ന കുദാശയാണ്. എന്നാൽ വിവാഹത്തിൽ മാത്രം വരുമ്പോൾ ഒരു കുദാശയാൽ 2 വ്യക്തികൾ ഒന്നാക്കപ്പെടുന്നു. അപ്പോൾ ദൈവം നൽകിയ പങ്കാളി, കൂടെ ചേർത്ത് പിടിക്കുവാനായിട്ട് നൽകിയ പങ്കാളി, മരണത്തോളം ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് നൽകിയ പങ്കാളി, അദ്ദേഹത്തോട് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ആദ്യം നമ്മൾ പങ്കുവെക്കേണ്ടത്. പരിശുദ്ധമ്മയ്ക്കുണ്ടായിരുന്നൊരു മനോഭാവവും അതുതന്നെയാണ്. കാരണം എന്ത് കാര്യവും കൃത്യമായിട്ട് ഔസേപ്പിതാവിനോട് പറയുമായിരുന്നു. നേരെ മറിച്ചും ഔസേപ്പിതാവ് പരിശുദ്ധമ്മയോട് എന്ത് കാര്യവും പച്ചയായിട്ട് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തെ തിരുകുടുംബമെന്ന് നമ്മൾ വിളിക്കുക. എന്തും വളരെ വിശ്വസ്തപൂർവം പറയുവാനായിട്ട് സാഹചര്യം ഒരുക്കുന്ന കുടുംബത്തെയാണ് തിരുകുടുംബമെന്ന് നമ്മൾ വിളിക്കുക. എന്ത് കാര്യമാണെങ്കിൽ പോലും പരസ്പരം ഷെയർ ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ തിരുകുടുംബം എന്ന് വിളിക്കുക. ആ കുടുംബത്തിലാണ് ദൈവവിശ്വാസം ആഴപ്പെട്ട് രൂപപ്പെടുന്നതും മക്കള് ദൈവവിശ്വാസത്തിൽ വളർന്നു വരുന്നതും നല്ല കുഞ്ഞുങ്ങളായി തീരുന്നതും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ദൈവത്തോടൊപ്പം സംസാരിക്കുന്നതോടൊപ്പം കുടുംബത്തിലായിരിക്കുന്ന വ്യക്തികൾ പരസ്പരം സംസാരിക്കുവാനായിട്ട് കാരണമായി തീരണം. ഇന്ന് നമ്മളെല്ലാം ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ കാലത്തായിരിക്കുമ്പോൾ നമുക്ക് ആർക്കും സംസാരിക്കുവാനായിട്ട് സമയമില്ല. നമ്മൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കുകയാണെങ്കിൽ കൂടെയുള്ള വ്യക്തികളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അകലെയുള്ള വ്യക്തികളുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിക്കും. 1-2 മണിക്കൂർ സംസാരിക്കും. എന്നാൽ ആ വ്യക്തി നമ്മുടെ കുടുംബത്തിൽ വന്ന് നമ്മളോടൊപ്പം ഒരാഴ്ച സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 1.5 മണിക്കൂർ സംസാരിച്ചിരുന്ന വ്യക്തി 5 മിനിറ്റ് പോലും ഈ വ്യക്തിയോട് സംസാരിക്കുകയില്ല. അപ്പോൾ ആശയദാരിദ്ര്യമാണോ അതോ കൂടെയുണ്ടെന്നുള്ള ഒരു മനോഭാവമാണോ? എന്താണ് ഈ സംസാരം കുറച്ചത്? കൂടെയുണ്ടെന്നുള്ളൊരു മനോഭാവം തന്നെയാണ് അങ്ങനെയുള്ള സംസാരം കുറച്ചത്. കൂടെ നമ്മളോടൊപ്പം നിരന്തരമായിട്ട് ഒരു കൂരയുടെ കീഴിൽ ഉണ്ട് എന്ന ചിന്ത തന്നെയാണ് ഈ സംസാരം കുറച്ച് കളഞ്ഞത്. നമ്മൾ സംസാരിക്കുവാനായിട്ട് പഠിക്കണം. കുടുംബത്തിൽ സംസാരിക്കുവാനായിട്ട് മക്കളെ പഠിപ്പിക്കേണ്ട വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയും എന്ന് പറയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകൾ വിട്ട് വരുമ്പോൾ, കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് കുറേയുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മൊബൈലിൽ മാത്രം അകലെയിരിക്കുന്ന വ്യക്തികളുമായിട്ട് തുരുതുര സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ കേൾക്കുവാനായിട്ട് സമയമില്ലാതെ പോവുകയാണ്. പരിശുദ്ധമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ണീശോടൊപ്പം നിരന്തരമായിട്ട് നടന്നിട്ടുള്ളൊരമ്മയാണ്. കൂടെ നടന്നിട്ടുള്ളൊരമ്മയാണ്. കൂടെ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരമ്മയാണ്. വീഴ്ചയിൽ പോലും കണ്ണീരോടെ ഓടിയണഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നടന്ന ഒരമ്മയാണ്. ഇവൻ കുരിശിന്റെ കീഴിൽ പോലും അവിടെ ദുഃഖഭാരത്താല് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം ഒരിക്കലും മുറിയാതിരിക്കുവാനായിട്ട് യോഹന്നാനോട് യേശു പറഞ്ഞു വെക്കുക, നിന്റെ അമ്മയെ സ്വീകരിക്കുവാനായിട്ട്. അപ്പോൾ സംസാരം കൂടുമ്പോൾ സ്നേഹമെന്ന് പറയുന്ന വസ്തുതയും കുടുംബത്തിൽ കൂടും. സംസാരം കുറയുമ്പോൾ സ്നേഹമെന്ന് പറയുന്ന സത്യവും കുടുംബത്തിൽ കുറയും. നമുക്ക് സംസാരമാണ് കുടുംബത്തിൽ ആവശ്യമെന്ന് പറയുക. നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
പരസ്പരം നമുക്ക് മനസ്സ് തുറക്കുവാനായിട്ട് സാധിക്കും. മനസ്സ് തുറന്നു കഴിഞ്ഞാൽ സംസാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ ഒരിക്കലും സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ, വഴക്കുകൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഇവിടെ പരിശുദ്ധമ്മ നമുക്ക് നൽകുന്ന മാതൃക തന്നെയാണ് ദൈവത്തോട് സംസാരിക്കുന്നതോടൊപ്പം കുടുംബത്തിലായിരിക്കുന്നവരോട് സംസാരിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, സംസാരിക്കുവാനായിട്ട് പഠിക്കുക, ദൈവത്തോട് സംസാരിക്കുക, കുടുംബത്തിലുള്ളവരോട് സംസാരിക്കുക. ഈ ചിന്തകൾ നമുക്ക് മനസ്സിലിട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായിക സംഘത്തോട് ചേർന്ന് നമുക്ക് പരിശുദ്ധമ്മയുടെ ഈ ഇരടികൾ ആലപിക്കാം. കർമ്മലസുമമേ നറുതേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറകൂടമേ. കർമ്മലസുമമേ നറുതേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറകൂടമേ. കന്യകേ ഉദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു. കന്യകേ ഉദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു. നിന്നാത്മാവിൻ തടത്തിലല്ലേ വാഗ്ദാനസൂനം ഇതൾ വിരിഞ്ഞു. കർമ്മലസുമമേ നറുതേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറകൂടമേ. കർമ്മലസുമമേ നറുതേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറകൂടമേ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമ്മളെ സ്നേഹിക്കുന്ന പൊന്നുതമ്പുരാനെ നന്ദികൾ അർപ്പിക്കാം. നമ്മുടെ ദൈവത്തെ നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഏണസ്റ്റ് ഹെമിംഗ് വേ എന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു നോവലിൻ്റെ പേരാണ് മുതിർന്ന മനുഷ്യനും കടലും എന്നത്. മുതിർന്ന മനുഷ്യനും കടലും എന്നൊരു നോവല്. കൂബയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കൂബയിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെ സാന്റിയാഗോ എന്നൊരു മുതിർന്ന മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ആ പരിസരത്തുള്ള എല്ലാവരും മത്സ്യബന്ധനം പഠിച്ചിരുന്നത്. കാരണം അത്രയേറെ കടലുമായിട്ട് ആഴമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തി. കടലിൻ്റെ ഓളവും പരപ്പും എല്ലാ കാലാവസ്ഥയെയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി. ഈ മത്സ്യത്തൊഴിലാളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് വഞ്ചി മാത്രമാണ് ഉണ്ടായിരുന്നത് മത്സ്യബന്ധനത്തിനായിട്ട്. എന്നാൽ ഇദ്ദേഹത്തിൽ നിന്ന് മത്സ്യബന്ധനം പഠിച്ച മറ്റുള്ള വ്യക്തികൾ വലിയ ബോട്ടുകളും വലിയ വള്ളങ്ങളുമായിട്ടെല്ലാം
മത്സ്യസമ്പാദനത്തിലൂടെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് പോയപ്പോൾ ഈ സാന്റിയാഗോക്ക് മാത്രം മെച്ചപ്പെട്ട അവസരങ്ങളൊന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല. അദ്ദേഹം എങ്ങനെയായിരുന്നോ ആയിരുന്നത് അവസരത്തിൽ തന്നെ ജീവിച്ചു പോവുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. ഇത്രയേറെ വർഷങ്ങളായി, എന്നിട്ടും എന്തുകൊണ്ട് അങ്ങേക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥ കണ്ടെത്തുവാനായിട്ട് സാധിച്ചെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ഏറ്റവും വില കൂടിയ ഒരു മത്സ്യമെന്ന് പറയുന്നത് മെർലിൻ മത്സ്യമെന്നാണ് ആ മത്സ്യത്തിൻ്റെ പേര്. ആ മത്സ്യം പിടിക്കുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിലയെല്ലാം കിട്ടിയിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൽ നിന്നും ജോലി പഠിച്ച എല്ലാ വ്യക്തികളും ഈ മത്സ്യബന്ധനത്തിനായിട്ട് പോകുകയും വലിയ സമ്പത്തുമായിട്ട് അവർ ജീവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് മാത്രം ആ ഒരു മത്സ്യബന്ധനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്നത് ചെറിയൊരു വഞ്ചി മാത്രമാണ്. ഈ വഞ്ചിയിൽ അദ്ദേഹത്തിന് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുവാനായിട്ട് ഭയമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മക്കൾക്ക് പ്രായപൂർത്തിയായി മൂത്ത മകളെ കെട്ടിച്ചുവിടാനുള്ള സമയമൊക്കെ ആയപ്പോൾ അദ്ദേഹം ഈ മെർലിൻ മത്സ്യത്തെ തിരക്കി കടലിലേക്ക് പോകുന്നത്. ദിവസങ്ങളോളം കാത്തിരുന്ന് 1, 2, 3, 4 ദിവസങ്ങൾ കടന്നുപോയി, 5 ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ കോറിയിട്ടു, ഞാനായിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം മത്സ്യബന്ധനം നടത്തിയാൽ പോരാ, കൂടുതൽ ആഴങ്ങളിലേക്ക് പോകണം. കാരണം മെർലിൻ മത്സ്യങ്ങൾ ആഴക്കടലിലാണ് ഉള്ളത്. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുത്തുകൊണ്ട് ആഴക്കടലിലേക്ക് ഈ മെർലിൻ മത്സ്യത്തെ പിടിക്കുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ചൂണ്ടയെല്ലാം കോർത്തു കടലിൽ ഇങ്ങനെ മീനിൻ്റെ കൊത്തലിനായി കാത്തിരിക്കുമ്പോൾ വലിയൊരു മത്സ്യം അദ്ദേഹത്തിൻ്റെ ചൂണ്ടയിൽ കൊളുത്തുകയാണ്. അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ വലിച്ചു കയറ്റുവാനായിട്ട് ഈ വഞ്ചിക്ക് പറ്റുകയില്ല. അദ്ദേഹം നിരന്തരമായിട്ട് ആ മത്സ്യവുമായിട്ട് ഇങ്ങനെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിയുമ്പോഴാണ് ഈ മത്സ്യത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുക. അങ്ങനെ മത്സ്യം ചത്തു. അതിനെ ഈ വഞ്ചിയിലേക്ക് വലിച്ചു കയറ്റുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മത്സ്യത്തെ കെട്ടിവലിച്ചുകൊണ്ട് കരയ്ക്ക് വരാമെന്ന ഒരു ചിന്തയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. അങ്ങനെ അദ്ദേഹം വഞ്ചിയിൽ മത്സ്യത്തെ കെട്ടി കടലിലൂടെ വലിച്ചുകൊണ്ടുവരികയാണ്. അപ്പോൾ ഭാരം കുറഞ്ഞ ഈ മത്സ്യത്തെ ഈ കടലിലൂടെ വലിച്ചുകൊണ്ടുവരുമ്പോൾ, കടലിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ മത്സ്യത്തിന് ഭാരം കുറവ്. ഈ മത്സ്യത്തെ വലിച്ചുകൊണ്ടുവരികയാണ്. വളരെ സ്വപ്നങ്ങളുമായിട്ടാണ് ഈ മത്സ്യത്തെ വലിച്ചുകൊണ്ടുവരുന്നത്. കാരണം ഈ മത്സ്യത്തെ വിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികം എൻ്റെ മകളെ കെട്ടിച്ചു വിടുവാനായിട്ട് ഞാൻ കരുതുന്ന പണത്തേക്കാൾ കൂടുതൽ ലഭിക്കും. എൻ്റെ കടങ്ങൾ വീടുവാനായിട്ട് സാധിക്കും. മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഈ മത്സ്യവുമായിട്ട് തീരത്തേക്ക് വരികയാണ്. അദ്ദേഹം യാത്രകൾ ഇങ്ങനെ പിന്നോട്ട് വരികയാണ്. കാരണം ആഴക്കടലെന്ന് പറയുന്നത് വളരെയേറെ ദൂരത്തായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പങ്കായമെല്ലാം വലിച്ചുകൊണ്ട് തീരത്തണഞ്ഞു. ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി സന്തോഷ വാർത്ത പറയുകയാണ്. നിങ്ങൾ എന്നെ പരിഹസിച്ച നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരെ, ഞാൻ വലിയൊരു മെർലിൻ മത്സ്യത്തെ പിടിച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കളിയാക്കിയിരുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഈ മത്സ്യത്തെ വലിച്ചു കയറ്റുകയാണ്. മത്സ്യത്തെ വലിച്ചു കയറ്റുമ്പോൾ അദ്ദേഹത്തെ നിരാശയാണ് പെടുത്തുന്നത്. കാരണം ആ മത്സ്യത്തിൻ്റെ മുള്ളുകൾ മാത്രമാണ് ശേഷിച്ചിരുന്നത്. ഈ 3-4 ദിവസത്തെ വലിച്ചുകൊണ്ടുവരുന്ന വരവിൽ ഈ മത്സ്യത്തിൻ്റെ മാംസങ്ങളെല്ലാം മറ്റ് മീനുകൾ ഭക്ഷിച്ചിരുന്നു. അദ്ദേഹം മുള്ളുകൾ മാത്രമേ വലിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാവരും വീണ്ടും ഈ സാന്റിയാഗോയെ പരിഹസിക്കുവാനായിട്ട് തുടങ്ങി. എത്ര വലിയ ജ്ഞാനമുള്ള, കടലിനെക്കുറിച്ച് ആഴമുള്ള അങ്ങേക്ക് ഒരു മത്സ്യത്തെ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരമായിട്ട് കളിയാക്കുവാനൊക്കെ തുടങ്ങി. അദ്ദേഹം കടലിനെ നോക്കി പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങൾക്ക്
എന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനെന്ന മത്സ്യത്തൊഴിലാളിയെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഞാനെന്ന മനുഷ്യനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനെന്ന മത്സ്യത്തൊഴിലാളിയെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം പിറ്റേ ദിവസവും തൻ്റെ തൊഴിലിനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധമ്മ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുക. രണ്ടാമത്തെ ഉദാഹരണം ഇത് തന്നെയാണ്. പ്രത്യാശ ഉള്ള വ്യക്തികളായിരിക്കുക. പ്രത്യാശ ഉള്ള വ്യക്തികളായിരിക്കുക. ഒരു പ്രയാസങ്ങളിലും തളർന്നു പോകാതെ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നൊരു ചിന്തയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കാരണമായി തീരണം. അതിന് പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തണം. നമ്മുടെ എല്ലാം പ്രശ്നങ്ങളെന്ന് പറയുന്നത്, നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ആരോടും ഒന്നും പങ്കുവെക്കാതെ എല്ലാം എൻ്റെ ചിന്തയായിട്ട് ഇങ്ങനെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെക്കുന്ന വ്യക്തികളാണ്. ആരോടും വിശ്വസിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ആരെയും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ പരിണാമം എന്താണ്? ഈ പ്രത്യാശയില്ലാതെ നമ്മൾ പോകുന്നു, നമ്മൾ തളർന്നു പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചിന്ത മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ എപ്പോഴാണോ ഈ ചിന്ത, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ ഇത് മറ്റുള്ളവരുമായിട്ടെല്ലാം പങ്കുവയ്ക്കുന്നത്, അവിടെ സ്വാഭാവികമായിട്ടും ഈ പ്രത്യാശ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ പ്രത്യാശ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകമെല്ലാം വായിക്കുമ്പോൾ ദാനിയേലിനെ ആദ്യം ദൈവം ആത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി അയക്കുന്നത് ഒരു രാജകൊട്ടാരത്തിലേക്കാണ്. ആ രാജകൊട്ടാരത്തിൽ 2 പണ്ഡിതന്മാരാല് കുറ്റാരോപണം നടത്തപ്പെട്ട് വധിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ മോചിപ്പിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ദാനിയേലിനെ പ്രേരിപ്പിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, ആ രാജകൊട്ടാരത്തിൽ ആ പണ്ഡിതന്മാര് അവരോടൊപ്പം സഹിക്കാത്തതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ, ആ രാജകുമാരിയെ കുറ്റാരോപണം നടത്തുകയാണ്. ഇന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവർ ക്ഷയിക്കുന്നത് കണ്ടു, ഇവള് നമ്മുടെ നിയമങ്ങൾക്കെല്ലാം എതിരായിട്ട് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഇവളെ വധിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാജകൽപ്പന പ്രകാരം വധിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ദാനിയേലിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ രാജകൊട്ടാരത്തിലേക്ക് അയക്കുക. ദാനിയേൽ പറയുന്ന വാക്കുകൾ വളരെ ശക്തമാണ്. ഭോഷന്മാരെ, എന്ത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ത്രീയെ വിധിക്കുവാനായിട്ട് പോകുന്നതെന്നാണ് രാജകൊട്ടാരത്തിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് ദാനിയേൽ ഉറക്കെ വിളിച്ചു പറയുക. നിങ്ങൾ ഈ വിഡ്ഢികളായ പണ്ഡിതന്മാരുടെ വാക്കുകൾ കൊണ്ട് ഒരു നിഷ്കളങ്കയായ സ്ത്രീയെ എന്തുകൊണ്ട് വിധിക്കുവാനായിട്ട് പോകുന്നുവെന്നാണ് ദാനിയേൽ ചോദിക്കുക. നിങ്ങൾ വിചാരണ സ്ഥലത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ദാനിയേൽ മറ്റുള്ളവരെ ആ ഒരു വിചാരണ സ്ഥലത്തിലേക്ക് നയിക്കുന്നതും രാജാവ് ഉൾപ്പെടെ എല്ലാവരും വിചാരണ സ്ഥലത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് 2 പണ്ഡിതന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് കുറ്റവിചാരണകൾ നടത്തുന്നതും. ദാനിയേൽ ചോദിക്കുന്ന വാക്കുകൾ എന്താണ്? ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോഴാണ് നീ സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ക്ഷയിക്കുന്നതെന്ന് കണ്ടെന്നാണ് ചോദിക്കുക. 2 പേര് പറയുന്നതും 2 വൃക്ഷങ്ങളുടെ പേരാണ്. കരിവേലകവും എന്നും മറ്റൊരു വൃക്ഷത്തിന്റെ പേരുമാണ് 2 പേരും പറഞ്ഞു വെക്കുക. അങ്ങനെയാണ് രാജാവിന് പോലും സ്വന്തം ഭാര്യയോടുണ്ടായിരുന്ന വിശ്വാസം വീണ്ടെടുക്കുവാനായിട്ട് മറ്റൊരാളുടെ പ്രേരണ ആവശ്യമായി വന്നു. മറ്റൊരാളെ ദൈവം നിയോഗിക്കേണ്ടി വന്നു. കാരണം തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു മറ്റൊരാളുടെ സാമീപ്യം നമുക്ക് സ്വാഭാവികമായിട്ടും ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ലൂക്കായുടെ സുവിശേഷത്തില് ജോസഫിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സത്യവും. 3ാമതൊരാളുടെ ആവശ്യം ഉണ്ടായി. അവിടെ ഗബ്രിയേൽ ദൂതനാണ് ആ 3ാമതൊരായിട്ട് അവരോട് കൂടെ ഉണ്ടായിരുന്നത്.
ഇവിടെയും അത് തന്നെയാണ്. ദാനിയേലിനെയാണ് ദൈവം ഉയർത്തിക്കൊണ്ട് ആ പാപ സ്ത്രീയെ ആ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, പറയുക ഇത്രമാത്രം തുറന്ന് പറയുന്ന മനുഷ്യരായിരിക്കണം നമ്മൾ. എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പരസ്പരം തുറന്ന് പറയുവാനുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മൾ പരസ്പരം തുറന്നു പറച്ചിലുകൾ നടത്തിയാൽ മാത്രമേ നമ്മുടെ മക്കളും ഈ തുറന്നു പറച്ചിലുകൾ നടത്തുകയും. ഞാനിങ്ങനെ ഈ ഒരു സംഭവവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഒരിക്കൽ ഒരു കന്യാസ്ത്രീ ഒരു ഗ്രാമത്തിലെ വീടുകളെ സന്ദർശിക്കുകയാണ്. സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ 3 പെൺകുട്ടികളുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്. എന്നാൽ ഈ പെൺകുട്ടികളെല്ലാം ഏറെക്കുറെ മുതിർന്ന പെൺകുട്ടികളാണ്. ആ വീട്ടിൽ പ്രവേശിച്ച കന്യാസ്ത്രീ കാണുന്നത് അവിടുത്തെ മുറികൾക്ക് വാതിലുകളൊന്നുമില്ല. അപ്പോൾ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് വാതിലുകളൊന്നുമില്ലാത്തത്? പെൺകുട്ടികളെല്ലാം 3 പേരും വളരെ മൗനം ഭജിക്കുകയാണ്. അപ്പോൾ കന്യാസ്ത്രീ ഈ അപ്പനോടായി ചോദിച്ചു, എന്തുകൊണ്ടാണ് വാതിലുകളെല്ലാം വയ്ക്കാത്തത്? അപ്പോൾ അപ്പൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നമ്മൾ നട്ടു വളർത്തിയ വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ കായ്ഫലങ്ങൾ ഭക്ഷിക്കുവാനായിട്ട് എനിക്ക് അർഹതയില്ല. ഞാൻ നട്ടു വളർത്തിയ വൃക്ഷത്തിൽ നിന്ന് എനിക്ക് കായ്ഫലങ്ങൾ ഭക്ഷിക്കുവാനായിട്ടുള്ള അർഹതയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇത് വലിയ അകലകളകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മക്കള് സ്വന്തം അപ്പനാല്, സ്വന്തം സഹോദരങ്ങളാല്, സ്വന്തം ബന്ധുമിത്രാദികളാല്, സ്വന്തം അയൽപ്പക്കക്കാരാല് ലൈംഗികമായിട്ടും അല്ലാതെയും അവര് വളരെയേറെ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ആര് കേൾക്കുന്നു? ആരവരെ ആശ്വസിപ്പിക്കുന്നു? ആർക്കും ഒന്നിനും ഒരു സമയമില്ലാതെ പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആര് ഈ കുഞ്ഞുങ്ങളെ കേൾക്കുവാനായിട്ടുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഇന്നും പത്രത്തിൽ കണ്ട ഒരു വാർത്തയെന്ന് പറയുന്നത്, 7ാം ക്ലാസ് മുതൽ മാത്രമല്ല, കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങണമെന്ന് കോടതി വിധിക്കുന്നത്. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങളും ഇവൻ ആൺകുട്ടികൾ പോലും ലൈംഗികമായിട്ട് ഉപദ്രവങ്ങൾ ഏൽക്കുന്നുണ്ട്, ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കുഞ്ഞുങ്ങള് സ്വാഭാവികമായിട്ടും രൂപപ്പെടുത്തുന്ന ചിന്ത തന്നെയാണ്, എൻ്റെ അമ്മയ്ക്ക് സമയമില്ല, എൻ്റെ സഹോദരന് സമയമില്ല, എൻ്റെ അപ്പന് സമയമില്ല, ഞാൻ ആരോട് ഈ സങ്കടമെല്ലാം പറഞ്ഞു വയ്ക്കും? അവർ വളരെ ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ വായിച്ചെടുക്കുവാനായിട്ട് കാരണമായി തീരണം. നമ്മുടെ കുടുംബത്തിൽ പോകുമ്പോൾ, നമ്മുടെ ബന്ധുക്കൾ വരുമ്പോൾ, നമ്മുടെ കൂട്ടുകാർ വരുമ്പോൾ, നമ്മുടെ അയൽപക്കക്കാരും വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ കണ്ട് ഓടി മറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്തായിരിക്കണം? എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല, നീ അവരെ കാണുമ്പോൾ ഓടി മറയുന്നുവെന്ന് ചോദിക്കുന്നില്ല? ആരുടെ തെറ്റാണത്? കുഞ്ഞിന്റെ തെറ്റാണോ? കുഞ്ഞ് പലപ്പോഴായിട്ട് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ യാഥാർത്ഥ്യം. എന്നെ മറ്റുള്ള കാര്യങ്ങളായി ഉപദ്രവിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും ന്യായീകരണങ്ങൾ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അങ്ങനെയല്ല, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ബന്ധുമിത്രാദികളാണ്, അയൽപക്കക്കാരാണ്, അവര് നമ്മൾ വിശ്വസിക്കേണ്ടവരാണ് എന്ന് നിരന്തരമായിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കുഞ്ഞുങ്ങള് ഈ മനസ്സിലുണ്ടാകുന്ന ഈ ആത്മസംഘർഷം ആരോട് പങ്കുവയ്ക്കും? ആര് കേൾക്കുന്നു? ആര് ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് ചെയ്യുവാനായിട്ട് ഒരു അധ്യാപകൻ ഉണ്ടാകണമെന്ന് ഗവൺമെന്റ് നിർബന്ധം പിടിക്കുന്നത്. ഞങ്ങളെല്ലാവരും കേൾക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങള് ഇന്ന് ഏറിയ പങ്കും ഇങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങളിലാണ്. ആരും കേൾക്കാനില്ലാതെ, ആരും ആശ്വസിപ്പിക്കാനില്ലാതെ വളരെ മനസ്സില് വേദനകളുമായിട്ട് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
ഇവിടെയാണ് പരിശുദ്ധമ്മ നമ്മുടെ ഏറ്റവും വലിയ മാതൃകയായിരിക്കേണ്ടത്. യേശുവിനോടൊപ്പം കുഞ്ഞായിരുന്ന നാൾ മുതൽ ഗാഗുൽത്താൾ വരെ ഇങ്ങനെ തുടരെ നടക്കുവാനായിട്ട് കാണിച്ച്, അവനെ കേൾക്കുവാനായിട്ട് കാണിച്ച്, വീഴുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് അവനെ എടുക്കുവാനായിട്ട് കാണിച്ച ആ മനോഭാവം നമ്മൾ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മക്കളെ ഇങ്ങനെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നമ്മുടെ മാതാപിതാക്കളാൽ ഒന്ന് തഴുകപ്പെടുവാനായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇങ്ങനെ അപ്പനും അമ്മയും വന്ന് ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, മകനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അവൻ്റെ തലമുടിയിലെല്ലാം ഒന്ന് തഴുകിക്കൊണ്ട്, ഇന്ന് സ്കൂളിലൊക്കെ എന്തുണ്ടായി, എന്തായിരുന്നു കാര്യങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ പഠിപ്പിച്ചു, വിശേഷങ്ങളെല്ലാം ചോദിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമയക്കുറവ് കാരണം നമ്മൾ ഇതിനെല്ലാം സമയം കണ്ടെത്താറില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടെത്തേണ്ടത്, നമ്മൾ ദുഃഖിക്കാതിരിക്കുവാനായിട്ട് കണ്ടെത്തേണ്ടത് ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കണം കുടുംബത്തിൽ. അവരെ കേൾക്കുവാനായിട്ടുള്ള ഒരു തുറവിയുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് കാരണമാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സത്യം അവരോട് പറഞ്ഞു കൊടുക്കണം. നിന്നെ കേൾക്കുവാനായിട്ട്, നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഞാനുണ്ട് എന്ന് നിരന്തരമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞ് പൊടിയായിരിക്കുമ്പോൾ പ്രസവിച്ച് നേഴ്സിലായിട്ട് എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ അടുത്ത് കിടത്തുമ്പോൾ അമ്മയെ കുഞ്ഞ് തിരിച്ചറിയുന്നത് കാണുന്നത് കൊണ്ടല്ല, അവൻ്റെ കണ്ണുകൾ കൊണ്ടല്ല അമ്മയെ തിരിച്ചറിയുന്നത്, അമ്മയുടെ മണം അറിഞ്ഞുകൊണ്ടാണ് അമ്മയാണെന്നുള്ളൊരു തിരിച്ചറിവ് ആ കുഞ്ഞ് രൂപപ്പെടുത്തിയെടുക്കുക. എന്തുകൊണ്ടാണ് ഈ പൊടിക്കുഞ്ഞുങ്ങളെ നിരന്തരമായിട്ട് കരയുന്നത്? നമുക്കുള്ള ധാരണ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത് വിശന്നത് കൊണ്ടാണ് എന്നൊരു ചിന്തയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ കരയുന്നത് വിശക്കുന്നത് കൊണ്ട് മാത്രമല്ല. അവര് എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അപ്പനുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിരന്തരമായിട്ട് കരയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് 2 തട്ടെല്ലാം തട്ടി ഇങ്ങനെ നിർത്തുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത്. അവൻ ബോധ്യപ്പെടുന്നത് എന്താണ്? കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഓടിയെത്തും, കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ, എൻ്റെ സഹോദരങ്ങൾ എന്നെ എടുക്കുവാനായിട്ട് എൻ്റെ അടുത്തെത്തുമെന്നൊരു ചിന്ത അവൻ സാവധാനം രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അപ്പോൾ കരച്ചിലെന്ന് പറയുന്നത് വിശപ്പിനായിട്ട് മാത്രം കുഞ്ഞ് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. അവൻ സംരക്ഷണത്തിന് വേണ്ടി കൂടിയാണ് കരയുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് കൂടെ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൂടെ ഒരാൾ നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് നമ്മൾ ഈ ഒരു തിരുമണിക്കൂറിൽ, ഈ ഒരു ദേവാലയത്തിൽ പരിശുദ്ധമായ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ അറിയാതെയും അറിഞ്ഞും വായിച്ചെടുക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ പരിശുദ്ധമ്മ നമ്മളോട് കൂടെയുണ്ട് എന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. കൂടെ ആയിരിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. കാരണം കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ എല്ലാവരെയും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ പരസ്പരം സംസാരിക്കുവാനും ബന്ധങ്ങൾക്ക് ദൃഢത കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു അനുഗ്രഹം നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗാനം നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം.
ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. കൃപാഗ്നിയാൽ കൃപാഗ്നിയാൽ നിറയണമേ നിറയണമേ. കൃപാഗ്നിയാൽ കൃപാഗ്നിയാൽ നിറയണമേ നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. ദാവീസോളമനേലിയ ഏലീശായിലെ ആത്മാവേ. ദാവീസോളമനേലിയ ഏലീശായിലെ ആത്മാവേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ. ഓ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ. കര ഉയർത്തി. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. സെഹിയോൻ ശാലയിലന്നൊരു നാൾ ശ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ. സെഹിയോൻ ശാലയിലന്നൊരു നാൾ ശ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ. ജ്വലിക്കണമേ ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ജ്വലിക്കണമേ ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി നിറയണമേ. ഓ കൃപാഗ്നിയാൽ കൃപാഗ്നിയാൽ നിറയണമേ നിറയണമേ. കൃപാഗ്നിയാൽ കൃപാഗ്നിയാൽ നിറയണമേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ Hallelujah, 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 hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്കിരിക്കാം. പരിശുദ്ധമ്മയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് കാൽവരിയിലും പതറാതെ നിൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാൽവരിയിലെ മാറിലായിരിക്കുമ്പോഴും പതറാതെ നിൽക്കുവാനായിട്ട് ഈ പരിശുദ്ധമ്മയ്ക്ക് സാധിച്ചു. എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധമ്മയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ മകനെ ഇങ്ങനെ പടയാളികളാൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ, പടയാളികളെ നിരന്തരമായിട്ട് ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്നത് കാണുമ്പോൾ ഒരു അമ്മയ്ക്ക് എങ്ങനെ സഹിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇതെല്ലാം ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ശക്തി കൊണ്ട് തന്നെയാണ്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെയാണ്
ആ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ അവൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. നിരന്തരമായിട്ടും ആ പരിശുദ്ധമ്മ തൻ്റെ തിരുകുമാരന് സംഭവിക്കുവാനായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിരിക്കണമെന്നുകൊണ്ട് തന്നെയാണ് അതെല്ലാം സഹിക്കുവാനായിട്ടുള്ള കരുത്ത് ആ പരിശുദ്ധാത്മാവ് നൽകിയത്. ജോബിൻ്റെ പുസ്തകം ഏറ്റവും മകുടോദാഹരണമാണ്. ഏറ്റവും സമ്പന്നനായ ജോബിന് പിശാചിനാല് എല്ലാവിധ തിന്മകളും അവൻ്റെ മേല്, എല്ലാവിധ വേദനകളും അവൻ്റെ മേലെ ചൊരിയുവാനായിട്ട് ദൈവം സാങ്ഷ്യം കൊടുത്ത് അയക്കുമ്പോൾ ജോബിന് സംഭവിക്കുന്ന എന്താണ്? സ്വന്തം മക്കളെ നഷ്ടപ്പെടുകയാണ്, സമ്പത്തുകൾ നഷ്ടപ്പെടുന്നു, സ്വന്തം ശരീരത്തെ പോലും വ്രണങ്ങളാലെ നിറയപ്പെട്ടുകൊണ്ട് എല്ലാവരാലും അവഗണിച്ച് തിരസ്കൃതനായിരിക്കുന്ന ജോബിനെ കൂടെയുണ്ടായിരുന്ന സ്വന്തം ഭാര്യയെയും കൂട്ടുകാരെ പോലും പരുക്ഷമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയാണ്. ജോബിൻ്റെ വാക്കുകൾ എന്താണ്? ദൈവം തന്നു, ദൈവം തിരിച്ചെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം തന്നു, ദൈവം തിരിച്ചെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എങ്ങനെ പറയുവാനായിട്ട് സാധിച്ചു ജോബിന് ഈ ഒരു വലിയൊരു ആശയം? കാരണം ഇത്രയും സമ്പത്തുണ്ടായിട്ടും ദൈവഭയത്തോടുകൂടെ ജീവിച്ചിട്ടും ഒരു നീതിമാൻ കണക്കെ ജീവിച്ചിട്ടും എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ടും എല്ലാവർക്കും തുല്യവേതനവും തുല്യനീതിയും നടത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടും ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പൊന്നു തമ്പുരാനെ എന്തുകൊണ്ട് എന്നെ ഇത്രയേറെ വേദനകളോട് നടത്തിക്കൊണ്ടുപോയി എന്ന പരാതി ജോബിൻ്റെ നാവിൽ നിന്ന് ഉതിരുന്നില്ല. സ്വന്തം ഭാര്യയും കൂട്ടുകാരും പറയുന്നത് അതാണ്, നീ പ്രാർത്ഥിക്കുന്ന, നീ നിരന്തരമായിട്ട് ആരാധിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് കൂടെയുള്ളവരെ നിർബന്ധിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം. ദൈവം തന്നു, ദൈവം തിരിച്ചെടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ വാക്കുകൾ ദൈവം തന്നു, ദൈവം തിരിച്ചെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. കാരണം അതിയായ സമ്പത്തുണ്ടായിരിക്കെ നമുക്ക് ആ സമ്പത്തുകളെ എങ്ങനെ വിട്ടുകളയുവാനായിട്ട് നമുക്ക് സാധിക്കും? ഈ സമ്പത്ത് നമുക്കില്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ ആത്മഹത്യയിലേക്ക് തന്നെ എത്തിച്ചേരുകയില്ലേ? സമ്പത്ത് നമ്മൾ നിരന്തരമായിട്ട് ഈ ആർഭാടങ്ങളെ പുറകെ കൊണ്ടുപോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ആ കാര്യസ്ഥനെ കണക്ക് നമ്മൾ ചിന്തിക്കും. കാര്യസ്ഥൻ ചിന്തിച്ചത് എന്താണ്? എന്നിൽ നിന്ന് എൻ്റെ യജമാനൻ ഈ കാര്യസ്ഥ പണി എടുത്തു മാറ്റുകയാണെങ്കിൽ എനിക്ക് ഭിക്ഷ യാചിക്കുവാനായിട്ട് അറിയില്ല, ഞാൻ ലജ്ജിക്കുന്നു, ജോലി ചെയ്യുവാനായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, കൗശലപൂർവം ചിന്തിക്കുമെന്നാണ് പറഞ്ഞു വയ്ക്കുക. അവനെയാണ് ക്രിസ്തുനാഥൻ പ്രശംസിക്കുന്നത്. കാരണം ദൈവത്തോട് കൂടെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യം തന്നെയാണ്. തോബിത്തിൻ്റെ പുസ്തകം നമ്മളൊന്ന് വായിക്കണം. തോബിത്തിനെ ഒന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം യഹൂദരെ കൊല്ലപ്പെട്ട് മതിലിന് പുറത്ത്, അതായത് തൻ്റെ പട്ടണത്തിന് പുറത്തെറിയുന്ന എല്ലാ യഹൂദരെയും എടുത്തുകൊണ്ട് മറവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോബിത്ത് എന്ന് പറയും. ആരും കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ ഇവരെ എല്ലാവരെയും എടുത്തുകൊണ്ട് ആചാരപ്രകാരം മറവ് ചേരുന്ന തോബിത്ത് ഒരു രാത്രിയിൽ ഈ കർമ്മങ്ങളെല്ലാം കഴിച്ച് ഭവനത്തിൽ അശുദ്ധനായതിനാൽ കയറാതെ മതിലിനോട് ചേർന്ന് കിടന്ന തോബിത്തിന് എന്താണ് സംഭവിച്ചത്? അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. കുടുംബത്തെ പോറ്റണമെന്ന് എങ്ങനെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. സ്വന്തം ഭാര്യയാണ് പിന്നീട് ജോലിക്ക് പോയി വേണ്ടുന്നതെല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുക. ഒരു നാള് അവൾ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ യജമാനൻ കൊടുത്ത സമ്മാനവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഒരു ആട്ടിൻകുട്ടിയുമായിട്ട് തിരിച്ചു വരുമ്പോൾ തോബിത്ത് അവളെ സഹായിക്കുകയാണ്. നീ എന്താണ് ചെയ്തത്? യജമാനൻ അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഈ ആട്ടിനെ നമ്മുടെ കുടുംബത്തിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ശകാരിച്ചുകൊണ്ട് മടക്കി അയക്കുന്ന തോബിത്താണ്. അപ്പോഴും ഈ തോബിത്തിന്റെ ഭാര്യ തോബിത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വലിയ വിശ്വസ്തനായിട്ടും ദൈവത്തെ ഇത്ര കണ്ട് ഭയപ്പെട്ടിട്ടും എന്തുകൊണ്ട് ദൈവം നിനക്ക് ഇത് തന്നുവെന്നാണ് തോബിത്തിന്റെ ഭാര്യ ചോദിക്കുക. തോബിയാസിനെ യാത്രയാക്കുമ്പോൾ തോബിയാസിനോട് നൽകുന്ന ഉറപ്പ്, തോബിത്തിന് കൊടുക്കാമെന്ന ഒരു ഉറപ്പ് ഇത് മാത്രമായിരുന്നു, നിന്നെ സംരക്ഷിക്കുവാനായിട്ട് ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവം നിനക്ക് സംരക്ഷകനായിട്ട്
ദൂതനെ അയക്കുമെന്നാണ് തോബിയാസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ആ തോബീത്തിനെ കാണാതെ പോകാത്ത ദൈവം റാഫേൽ മാലാഹയെ സംരക്ഷകനായിട്ട് വഴികാട്ടിയായിട്ട് അയച്ചുകൊണ്ട് എല്ലാവിധ സംരക്ഷണവും നൽകി ഏത് അവസ്ഥയിലായിരുന്നോ തോബിത്തും കുടുംബവും അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പ്രയാസമാണ്, വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് പ്രയാസമാണ്. കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തും, വലിയ പ്രാർത്ഥനക്കാരായിട്ട് നടക്കുന്നു, എപ്പോഴും ഈ കൊന്തയും ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ മനസ്സിന് എന്ത് മാറ്റമാണ് ആ വ്യക്തിക്ക് സംഭവിച്ചത്? ഇങ്ങനെ ചോദിക്കുമ്പോഴും നമ്മളോട് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവർ പറയുന്നത് പോലെ, അവർ കുറ്റപ്പെടുത്തിയതുപോലെ യാഥാർത്ഥ്യം അതിലില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. കാരണം അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറവുകൾ തന്നെയാണ് എടുത്തു കാട്ടിക്കൊണ്ട് നമ്മളോട് നിരന്തരമായിട്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് കുറവുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കുറവുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്നത്. കുറവുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിലും എത്ര വലിയ വേദോപദേശിയാണെങ്കിൽ പോലും കുറവുകളെ ദൈവസന്നിധിയിൽ കണ്ടെത്തിക്കൊണ്ട് അത് നികത്തുവാനായിട്ട് സാധിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ആത്മാവിൻ്റെ കൃപ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ ഒരു രാത്രികാലം അതിന് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധമായ സംരക്ഷണം നിങ്ങളുടെ മേൽ എന്നും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവം നൽകിയ ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമ്മ എന്ന് പറയുന്ന തുറന്ന പുസ്തകത്തിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. സംസാരമൊക്കെയും ദൈവത്തോട് മാത്രമായിരിക്കണം. സംസാരമൊക്കെയും ദൈവത്തോട് മാത്രമായിരിക്കണം. നമ്മുടെ പരിമിതികളിലും നമ്മുടെ മെച്ചപ്പാടിലും മറ്റുള്ളവരെക്കുറിച്ച് കരുതൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധമ്മ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃക. ഏത് ചുറ്റുപാടാലാണെങ്കിലും ഏത് മെച്ചപ്പെട്ട അവസരങ്ങളാണെങ്കിലും ദൈവത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ കാൽവരിയിലും പതറാതെ നിൽക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മ നമുക്ക് സഹായമായിട്ടുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.